السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, പ്രദേശത്തെ സംഘടനയുടെ സാരഥി, സദസ്സിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ഈ പരിപാടി അടുത്തു നിന്നും അകലെ നിന്നും ശ്രദ്ധിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർ, വളരെ പ്രസക്തമായ ഒരു തലവാചകത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമയബന്ധിതമായി തീർക്കേണ്ടതിനാൽ ആമുഖം വലിച്ചു നീട്ടുന്നില്ല. മന്ത്രവാദം ഇന്ന് മനുഷ്യ സമൂഹത്തെ, പ്രത്യേകിച്ച് കേരളക്കരയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. മന്ത്രവാദം മനുഷ്യ സമൂഹത്തെ, അവന്റെ വിശ്വാസത്തെ മാത്രമല്ല, അവന്റെ സമ്പത്തിനെയും അഭിമാനത്തെയും അവന്റെ സർവസ്വത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള കണിശമായ വിശ്വാസത്തിന്റെ കുറവ് മുസ്ലിം സമുദായത്തിലെ വിശ്വാസ ദൗർബല്യമുള്ള ആളുകളെ പിടികൂടാൻ മന്ത്രവാദികൾക്കും സിദ്ധന്മാർക്കും വളരെ പെട്ടെന്ന് സാധിക്കുന്നു എന്നത് ഈ അടുത്ത കാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. മരണപ്പെട്ടുപോയവർ തിരിച്ചു വരുമെന്ന വ്യാജേന, അല്ലെങ്കിൽ അത്തരം ചില അബദ്ധ വിശ്വാസം സുബദ്ധമായി കുത്തിനിറക്കപ്പെട്ടപ്പോൾ തന്റെ വീട്ടിൽ ഗ്രഹനാഥനായ തന്റെ പിതാവിന്റെ മയ്യത്ത് മറമാടേണ്ടതില്ല എന്ന് മകനും മകളും ആ മരിച്ച വ്യക്തിയുടെ ഭാര്യയും തീരുമാനിക്കുകയും മാസങ്ങളോളം കെട്ടിപ്പൊതിഞ്ഞ് കാത്തിരിക്കുകയും ചെയ്തത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്താണ്. ജിന്ന് കൂടിയതാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്നിലധികം സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടതും നമ്മുടെ കേരളത്തിലാണ്. ഇങ്ങനെ മന്ത്രവാദവും സിദ്ധപ്പണിയും പരസ്പര പൂരകങ്ങളായി ദുർബല വിശ്വാസികൾക്കിടയിലേക്ക് പ്രചരിച്ച് അവരുടെ വിശ്വാസത്തെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമുദായം ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ കാണേണ്ടത് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന അടിസ്ഥാനപരമായ ഒരു വിശ്വാസമുണ്ട്. അത് തൗഹീദിന്റെ സുപ്രധാനമായ രണ്ട് ഭാഗങ്ങളാണ്. അതിലൊന്ന് പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നതാണ്. അതിൽ വിശ്വാസി സമൂഹം പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, ജീവിതം എന്നത് വലിയ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, രോഗാതുരമായ അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോകുന്നതാണ്. അവിടെ ഒരു വിശ്വാസി നേരിടുന്ന ഏത് പ്രയാസത്തിന്റെ മുന്നിലും ആ വിശ്വാസിയെ നട്ടെല്ലു നിവർത്തി എഴുന്നേറ്റു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വചനം പരിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം സൂറ അത്തൗബയുടെ 51-ാമത്തെ വചനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ്: ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ നബി, നീ പറഞ്ഞു കൊടുക്കണം, നീ പറയൂ പ്രവാചക, ലൻ യുസീബനാ,
ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു വിധിച്ചതല്ലാതെ, അവൻ രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല. ഹുവ മൗലാനാ, അവൻ നമ്മളുടെ യജമാനനാണ്, അവനാണ് നമ്മളുടെ അധികാരി, അവനാണ് നമ്മളുടെ രക്ഷിതാവ്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസി സമൂഹം അടിയുറച്ച് വിശ്വസിക്കേണ്ടുന്ന ഒരു ഭാഗമാണത്. ഏത് തരം ദുരിതങ്ങളിലൂടെ കടന്നുപോയാലും, ഏത് തരം പ്രയാസങ്ങൾ കടന്നു വന്നാലും, ഏത് തരം രോഗങ്ങൾ പിടികൂടിയാലും അത് തങ്ങളുടെ രക്ഷിതാവ് തങ്ങൾക്ക് തീരുമാനിച്ചതാണ്, വിധിച്ചതാണ് എന്ന് മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്നാണ്. ആ വിശ്വാസി ഈ ഏറ്റവും ഉന്നതമായ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ ആ വിശ്വാസത്തോടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത രണ്ടാമതൊരു ഭാഗമുണ്ട്. അറാബികളായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് നബി തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ് അലാ നതദാവ, നബിയെ ഞങ്ങൾ ചികിത്സിക്കണോ? ഞങ്ങൾക്ക് രോഗം വന്നാൽ ഞങ്ങൾ ചികിത്സിക്കണോ? പ്രവാചകനോടുള്ള ചോദ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖാല നഅം, അതെ നിങ്ങൾ ചികിത്സിക്കണം. യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസന്മാരെ നിങ്ങൾ ചികിത്സ നേടണം. فإن الله لم يضع داء إلا وضع له شفاء أو قال دواء. അല്ലാഹു ഏതൊരു രോഗം വെച്ചിട്ടുണ്ടോ അതിനൊരു ശമനം, ഒരു മരുന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതും അവൻ ഇവിടെ വെച്ച് തന്നിട്ടുണ്ട്. ഒരു രോഗം അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിന് നിവാരണം വരുത്താനുള്ള ശമനൌഷധവും അല്ലാഹു ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണമെന്ന് അറാബികളായ ആളുകളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസി സമൂഹം അവർ ചികിത്സിക്കണമെന്ന് തന്നെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയുമോ, മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടം ഇവിടെ മന്ത്രവാദികൾ തഴച്ചു വളർന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം സിദ്ധന്മാരുടെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദ്യകാല പണ്ഡിതന്മാർ വളരെ ശക്തമായ പ്രവാചകന്റെ ഈ വചനവുമായി കടന്നു വരുന്നത്. അന്ന് ഏത് പ്രയാസം വന്നാലും ചികിത്സിക്കേണ്ടതില്ല, ചികിത്സിക്കാൻ പോകേണ്ടതില്ല. ഉസ്താദിന്റെ അടുത്ത് പോയി ഉറുക്ക് കെട്ടിയാൽ മതി, ഉസ്താദിന്റെ അടുത്ത് പോയി നൂല് മന്ത്രിച്ച് കെട്ടിയാൽ മതി, പിഞ്ഞാണം എഴുതി കുടിച്ചാൽ മതി, മുട്ടയിൽ എഴുതി വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ മതി, വെറ്റിലയിൽ എഴുതിക്കൊണ്ട് നീര് കുടിച്ചാൽ മതി. അങ്ങനെ തുടങ്ങുന്ന വിവിധങ്ങളായ മന്ത്രവാദങ്ങളെ പരിപോഷിപ്പിക്കപ്പെടുകയും അത് സമൂഹത്തിന്റെ ഒരു ഭാഗമായി തീരുകയും സമൂഹത്തിൽ പ്രചാരം നേടുകയും മുസ്ലിം സമുദായം അതൊക്കെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എന്ന് ധരിച്ചു വശായിരുന്ന കാലഘട്ടത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കന്മാർ കടന്നു വന്നുകൊണ്ട് ഈ മന്ത്രവാദികൾക്കെതിരെയാണ് ശക്തമായി പടപൊരുതി ജനങ്ങളെ ചികിത്സിക്കുവാൻ വേണ്ടി, ജനങ്ങളെ നിങ്ങൾ ചികിത്സ നേടണം. ഇതൊന്നും അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പഠിപ്പിച്ചു തന്ന മാർഗമല്ല. ഈ മാർഗങ്ങളൊന്നും മനുഷ്യൻ അവന്റെ രോഗത്തിന് ശിഫ നേടാൻ അല്ലാഹു നിശ്ചയിച്ച പ്രവർത്തനങ്ങളല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത വിഷയം ആ പണ്ഡിതന്മാർ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതോടെ ആളുകൾ പിൻവലിയാൻ തുടങ്ങി. മന്ത്രവാദികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. എനിക്കോർമ്മയുണ്ട്, ഞാൻ ദറസിൽ പഠിക്കുന്ന സമയത്ത് ധാരാളം ഉസ്താദുമാർ ഈ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദറസ് ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം മന്ത്രവാദങ്ങളിലേക്ക് വീണു പോകേണ്ടി വരുന്നൊരവസ്ഥയുണ്ടായി എനിക്ക്. എന്നാൽ കുറച്ചു കാലം, ഏകദേശം കുറഞ്ഞ നാളുകൾക്ക് ഉള്ളിൽ തന്നെ അത്തരം മന്ത്രവാദികളൊക്കെ പിന്നിലേക്ക് മാറുന്ന കാഴ്ച
നമ്മൾ കണ്ടുവരികയാണ്. പക്ഷേ ഇടക്കാലം കൊണ്ട് വീണ്ടും അത് തഴച്ചു വളരാൻ തുടങ്ങി. അവിടെ മന്ത്രവാദം എന്നതിനപ്പുറത്തേക്ക് വേറൊരു ഘടകം കൂടി കടന്നു വരികയാണ്. അതെന്താ? എല്ലാം അറിയുന്ന സിദ്ധന്മാരുടെ രംഗപ്രവേശമായിരുന്നു. മരിച്ചവരെ, ജബ്ബാറെ എഴുന്നേക്കടാ, സൈനബ എഴുന്നേക്കടി എന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന വലിയ 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 കഴിവുകളുള്ള ആളുകളുണ്ടെന്ന് വിചാരിക്കുകയും അത്തരം പ്രവർത്തനങ്ങളെ യാതൊരുവിധ മനസ്സങ്കോചവുമില്ലാതെ പൊതുജനമധ്യത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത വാചകങ്ങൾ, വചനങ്ങൾ കൃത്യമായി ഈ സമൂഹത്തിന്റെ മുന്നിൽ എടുത്തു ധരിച്ചു. നിങ്ങൾ നൂല് കെട്ടാൻ പോകരുത്, നിങ്ങൾ പിഞ്ഞാണം എഴുതാൻ പോകരുത്, നിങ്ങൾ മൊട്ടമന്ത്രിക്കാൻ പോകരുത്. അങ്ങനെ തുടങ്ങുന്ന സംഗതികളൊന്നും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ല. അത് മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കുന്നത് ഈ വിശ്വാസ തകർച്ചയിലേക്കാണ്. അതുകൊണ്ട് ജനങ്ങളെ സൂക്ഷിക്കണമെന്ന് ശക്തമായി പഠിപ്പിച്ചു കൊടുത്തതിന്റെ കാരണമായിട്ടാണ് കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ ഈ മന്ത്രവാദികളുടെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഒന്നിനു പിറകെ മറ്റൊന്നായി ഓരോരുത്തർ ഈ പണി നിർത്തി. നിങ്ങൾ നോക്കൂ, വെട്ടിച്ചിറങ്ങാടിയിൽ കയ്യിൽ 4 ഭാഗത്തും ചുറ്റിപ്പതിഞ്ഞ തോർത്തിനകത്ത് വിശ്രമിക്കുന്ന പിഞ്ഞാണമെഴുതിയ പിഞ്ഞാണവുമായി പോകുന്ന ഒരൊറ്റ കുട്ടിയെ വെട്ടിച്ചിറങ്ങാടിയിൽ കാണാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഉയർത്തിവിട്ട വിപ്ലവകരമായ ഈ ആദർശ പ്രബോധനത്തിന്റെ ആ പടയോട്ടത്തിൽ തച്ചു തകർന്ന് തരിപ്പണമായി പോയതായിരുന്നു ഈ മന്ത്രവാദികളും അവരുടെ മന്ത്രവാദ പണികളുമെല്ലാം. നമ്മൾ അറിയേണ്ടതുണ്ട്, ഇതൊരു സുപ്രഭാതത്തിൽ നിന്നുപോയതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നു ആ വിഷയത്തിൽ. മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക്. ആര് ഐക്കല്ല് ബന്ധിച്ചുവോ, മന്ത്രവാദികളുടെ അടുത്ത് പോയി ഐക്കല്ലുകൾ വാങ്ങി സ്വന്തം കയ്യിലും മറയിലും കഴുത്തിലുമെല്ലാം കെട്ടിക്കൊണ്ട് നടന്ന് മാപ്പിളമാരുടെ ചിത്രം പഠിപ്പിക്കുമ്പോൾ ആ ചിത്രത്തിൽ ഐക്കല്ല് കെട്ടിയ കൈയിന്റെ അടയാളപ്പെടുത്തി മലപ്പുറം കാക്കയുടെ ഒരു പ്രതിരൂപം സൃഷ്ടിച്ച കാലഘട്ടത്തിൽ നിന്ന് മാറ്റം വരുത്തി അത്തരമൊരു പ്രവർത്തനത്തെ ജനങ്ങൾ വെറുക്കുന്ന തരത്തിലേക്ക്, ജനങ്ങൾ ഒഴിവാക്കുന്ന തരത്തിലേക്ക് മനുഷ്യ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പണ്ഡിതന്മാർ നടത്തിയ പ്രവർത്തനങ്ങൾ അത് ശ്ലാഘനീയമാണ്, സ്മരണീയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതുമാണ്. ഇങ്ങനെ ധാരാളം, ഞാനത് വിശദീകരിക്കുന്നില്ല, ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് മുസ്ലിം സമുദായത്തിന് ഇത്തരം മന്ത്രവാദികളിൽ നിന്ന് മോചനം ലഭിച്ചത്. എന്നാൽ ഇന്നും ചുരുക്കത്തിൽ ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പല കടകളിലും കാണുന്ന തൽസമാത്തിന്റെ ഏടുകൾ, പല കടകളിലും എഴുതി വച്ചിരിക്കുന്ന ചെമ്പ് തകടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കളങ്ങളും മക്കങ്ങളുമെല്ലാം ഈ മന്ത്രവാദത്തിന്റെ ബാക്കി പത്രമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത ശക്തമായ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. ജനങ്ങളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. തീർച്ചയായും ലഹരി പദാർത്ഥം ഉപയോഗിക്കൽ, ചൂതാട്ടം നടത്തൽ, അതുപോലെ തന്നെ നാട്ടക്കുറികൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നാട്ടകൾ ഉണ്ടാക്കി വെക്കൽ, അതുപോലെ തന്നെ അസ്ലാം അമ്പുകൾ കൊണ്ട് പ്രശ്നം വെക്കുക എന്ന സമ്പ്രദായം, ഈ സമ്പ്രദായത്തെ പിൽക്കാലത്ത് മുഫസ്സിറുമാർ രേഖപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ചില മന്ത്രവാദികൾ, തൽസമാത്തിന്റെ ഉസ്താദുമാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ, അവർ എഴുതി വെക്കുന്ന സുദാസി, റുബായി, ഹുമാസി, സുദാസി, 3-3, 4-4, 5-5, 6-6 തകടുകൾ, ആ തകടുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന തലതിരിച്ചും അല്ലാതെയും രേഖപ്പെടുത്തിയ അക്കങ്ങളും അക്ഷരങ്ങളും അതെല്ലാം അള്ളാഹു പറഞ്ഞ പിശാചിന്റെ വൃത്തികെട്ട പ്രവർത്തനമാണെന്ന് പറഞ്ഞ അസ്ലാമിൽ പെടുന്നതാണെന്ന് പണ്ഡിത ലോകം പരിശുദ്ധ ഖുർആനിന് വിശദീകരണം എഴുതി രേഖപ്പെടുത്തിയപ്പോൾ, കേരളക്കരയിലെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തിയപ്പോൾ, പല വീടുകളുടെയും കോലായിൽ നിന്ന് അത്തരം വിശ്രമിച്ച ഏടുകൾ പുറത്തേക്ക് തള്ളപ്പെട്ട കാഴ്ച മുസ്ലിം ലോകം, കേരളത്തിലെ മുസ്ലിമീങ്ങൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ഇന്നലകളിലെ ചരിത്രമായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ശക്തമായ ഇടപെടലുണ്ടായപ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ, ഒരു തൽസമാത്തിന്റെ ഉസ്താദിന്റെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ
അയാൾ പറയുകയാണ്, നിങ്ങൾക്ക് സിഹ്ർ ബാധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പിശാചുബാധയാണ്, നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നെല്ലാം പാൽ കിതാബ് നോക്കി ഉസ്താദ് പറഞ്ഞു കൊടുക്കുമത്രേ. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പാൽ കിതാബ് നോക്കി പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദുമാർ. മാത്രമല്ല, അഭിജത് കണക്ക് നോക്കിയിട്ട് ആ അഭിജത് കണക്കിന്റെ അക്കങ്ങൾ കൂട്ടിയും ഹരിച്ചും ഗുണിച്ചുമൊക്കെ അവസാനം ശിഷ്ടമെടുത്ത് ആ ശിഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നു കയറിയ ആൾക്ക് എന്താണ് ഭവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദുമാരുണ്ടായിരുന്നു എന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ കണക്കാക്കിയിരുന്നു. അത്തരം ആളുകളുടെ മുന്നിലാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്, ഇല്ല ജനങ്ങളെ, അങ്ങനെ അറിയാൻ ഒരാൾക്കും കഴിയില്ല. അത് മറഞ്ഞ കാര്യമാണ്. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല എന്ന് ശക്തമായി പഠിപ്പിച്ചു കൊടുത്തത് ഗൈബിയായ വിശ്വാസം എങ്ങനെയായിരിക്കണമെന്ന പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ ആശയങ്ങളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു. പ്രവാചക ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളെയും എടുത്തുദ്ധരിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു. പക്ഷേ ആ സമുദായത്തിന് കൃത്യമായി അത് ബോധ്യപ്പെട്ടു, അത് മനസ്സിലാക്കി. എന്നാൽ ഇത്തരം ആളുകളുടെ അടുത്തേക്ക് പോകുന്നതിന്റെ ഭവിഷ്യത്ത് കൂടി നമ്മളെ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ, അവൻ കേട്ടാൽ അങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട്, അയാളുടെ അടുത്ത് പോയാൽ എല്ലാം മനസ്സിലാകും, അയാൾ ഇങ്ങോട്ട് പറഞ്ഞു തരും എന്നൊക്കെ വിചാരിച്ച് പ്രചരിപ്പിച്ചിരുന്ന ആളുകളോടാണ് മുൻകാല പണ്ഡിതന്മാർ ശക്തമായി പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈലതൻ. ആരെങ്കിലും ഒരു ജോത്സ്യന്റെ അടുത്ത് പോയി, ഒരു കണക്ക് നോക്കുന്നവന്റെ അടുത്ത് പോയി, തൽസമാത്തിന്റെ ആളുടെ അടുത്ത് പോയി താനൊരു കാര്യം അയാളോട് ചോദിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അക്കാരണത്തിനാൽ തന്നെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് ജോത്സ്യന്റെ അടുത്ത് പോകരുത്, കണക്കപ്പിള്ളയുടെ അടുത്ത് പോകരുത്. കാര്യങ്ങൾ പരിശോധിച്ചു തരുന്ന, നിങ്ങളുടെ ഖൈറും ശർറും മനസ്സിലാക്കി തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കണക്കിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്. പോയാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഉന്നതമായ പ്രവർത്തനം നമസ്കാരം 40 ദിവസം സ്വീകരിക്കപ്പെടില്ല എന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത വാചകം. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞത്, മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ഫീമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരാൾ ഒരു ജോത്സ്യന്റെ അടുത്ത് പോയാൽ, കാര്യങ്ങൾ ഗണിച്ചു പറയുന്ന ഒരുത്തന്റെ അടുത്ത് പോയാൽ, അയാളുടെ അടുത്ത് പോയി അയാൾ പറയുന്ന കാര്യത്തിൽ അയാൾ അംഗീകരിച്ചു പോയാൽ, അയാൾ പറയുന്നത് ശരിയാണെന്ന് അംഗീകരിച്ചാൽ അയാൾ ഖുർആൻ അവിശ്വസിച്ചവനായി. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ ഇവൻ അവിശ്വസിച്ചിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇതറിയാത്ത മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ, അതാണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം ഇത്തരം തൽസമാത്തിന്റെ കേന്ദ്രങ്ങളിൽ, ഇത്തരം കണക്കപ്പിള്ളമാരുടെ കേന്ദ്രങ്ങളിൽ, ഇത്തരം ജ്യോത്സ്യന്മാരുടെ കേന്ദ്രങ്ങളിൽ അണിയണിയായി കാത്തുനിന്ന് തന്റെ ഊഴം വരുമ്പോഴേക്ക് ആ കുറിയുമെടുത്തുകൊണ്ട് അകത്ത് കയറി തങ്ങളുടെ ആവശ്യം പറഞ്ഞിരുന്ന, തങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞിരുന്ന കേട്ട് അത്ഭുതപ്പെട്ടിരുന്ന ആളുകളോടാണ് ഇത്തരം വിഷയം പറഞ്ഞു കൊടുത്തില്ല. അവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ആ പറയാൻ കഴിയുന്നത് മുഴുവനും കളവാണ്, നിങ്ങളെ പറ്റിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്ന് ശക്തമായി ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ വിപ്ലവകരമായ പരിവർത്തനമുണ്ടായത്, കേരളക്കരയിൽ വിപ്ലവകരമായ മാറ്റമുണ്ടായത്. ജ്യോത്സ്യന്മാരുടെ എണ്ണം കുറയാൻ കാരണമായത്, മുസ്ലിം സമുദായത്തിൽ അവിടേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയത്. ഞാനിത് ആമുഖമായി പറയാൻ കാരണം എന്താണെന്നറിയുമോ? ഇത്രയധികം വലിയ പണിയെടുത്തിട്ടാണ് കേരളത്തിൽ മുജാഹിദ് പണ്ഡിതന്മാർ ഈ അനിസ്ലാമിക പ്രവണതകളെ കേരളത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗം വരെ അടർത്തി മാറ്റുവാൻ അങ്ങേയറ്റത്തെ പണിയെടുത്തു. മുസ്ലിം സമുദായത്തിന് മാറ്റമുണ്ടായി. എന്റെ മുന്നിലിരിക്കുന്ന ഈ 100 കണക്കിന് ആളുകൾ, അത്തരം ആളുകൾക്കുണ്ടായ മാറ്റം അങ്ങനെയാണ്, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് പൊട്ടി വരുന്നതല്ല. ഇങ്ങനെ നിരന്തരമായ ഇസ്ലാമിക പ്രമാണങ്ങൾ ഊന്നിയുള്ള വിഷയങ്ങൾ കേട്ടിട്ടാണ് ആളുകൾക്ക് മാറ്റം വന്നത്. ഒരാൾ വന്ന് അയാൾ വലിയ ആളാണ്, അയാൾ പച്ചിലയും കത്രികയും പോലെയാണ്, അയാൾ അങ്ങനെ ചെയ്യുന്നു,
അയാൾ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുമ്പോഴേക്ക് ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും തൗഹീദിന്റെയും സുന്ദരമായ ആയത്തുകളുടെ കൃത്യമായ നേർരേഖ വെച്ചുകൊണ്ട് അയാളെ അളന്ന് തിട്ടപ്പെടുത്തിയില്ല എന്ന് പറയാനുള്ള ആണത്വവും ചങ്കൂറ്റവും കേരളത്തിലെ മനുഷ്യന്മാർക്കുണ്ടാകുന്നത്, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിം സമുദായത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കന്മാർ നടത്തിയ ഇടപെടലുകൾ, അതിന്റെ കൃത്യമായ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. കേരളത്തിൽ നടമാടിക്കൊണ്ടിരുന്ന ഇത്തരം ദുഷിച്ച സമ്പ്രദായങ്ങളെ ശക്തമായി എതിർക്കുവാനും തകർക്കുവാനും മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക. എന്നാൽ ഈ അടുത്ത കാലത്ത് നമ്മൾ ധാരാളമായി കേൾക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സിദ്ധന്മാരുടെ വിളയാട്ടവും മന്ത്രവാദികളുടെ തേരോട്ടവും. സിദ്ധന്മാർ ഒന്നിനു പുറകെ മറ്റൊന്നായി ഇങ്ങനെ പഴയ കാലത്തുണ്ടായിരുന്നു, അങ്ങനെ എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. കേരളത്തിന്റെ ആദ്യകാല ചരിത്രം എഴുതിയവർ പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിദ്ധന്മാരായ ചില ആളുകൾ മുരീദന്മാരുടെ സമ്പത്ത് മുഴുവനും സ്വന്തം പേരിലേക്ക് എഴുതി കൊടുക്കണം, അയാൾ മുരീദാകണമെങ്കിൽ എന്ന് ശഠിച്ചിരുന്ന ആളുകളുണ്ട്. മുരീദ് കല്യാണം കഴിച്ചാൽ ആ ഭാര്യയെ ശൈഖിന് ആദ്യം കാഴ്ചവെക്കണമെന്നും ശൈഖ് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ മുരീദിന് ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ എന്നുമുള്ള വൃത്തികെട്ട സമീപനം നടന്നിരുന്നു ഈ കേരളത്തിൽ. അത്തരം വൃത്തികെട്ട സമീപനങ്ങളെ ശക്തമായി എതിർക്കാൻ കേരളത്തിൽ അല്പമെങ്കിലും മാന്യതയുള്ള, അതുപോലെ തന്നെ ദീനിനോടും മനുഷ്യത്വത്തോടുമൊക്കെ കൂറുള്ള കുറെ ആളുകൾ ശക്തമായി രംഗത്തുണ്ടായിരുന്നു എന്നത് ശരി തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി അത്തരം വിഷയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു. ഒരൊറ്റ ത്വരീഖത്തുകാരനെയും ഉൾക്കൊള്ളേണ്ടതില്ല എന്ന് ശക്തമായി പഠിപ്പിച്ചു കൊടുത്തു. ത്വരീഖത്തുകൾ മുഴുവനും നരകത്തിലേക്കുള്ള പാലങ്ങളാണ് എന്നും പാതകളാണ് എന്നും ത്വരീഖത്ത് ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ എന്നും അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴിയാണെന്നും ആ വഴിയിലൂടെ മാത്രമാണ് സ്വർഗത്തിലെത്താൻ കഴിയുക എന്നും ശക്തമായി പറഞ്ഞപ്പോൾ കേരളക്കരയിൽ പറഞ്ഞു കേട്ടൊരു വാചകമുണ്ടായിരുന്നു, മല്ലാലഹു ശൈഖുൻ ഫശൈഖുഹു ശൈത്താൻ. ഒരാൾക്ക് ഒരു ശൈഖില്ലെങ്കിൽ പിന്നെ അവന്റെ ശൈഖ് ശൈത്താനായിരിക്കും. മുജാഹിദുകൾക്ക് ശൈത്താനാണ് ശൈഖ് എന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രസംഗിച്ച ഉസ്താദുമാരുണ്ടായിട്ടുണ്ട്. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിച്ച ആളുകൾ ഇത്തരം സിദ്ധന്മാരുടെ വിളയാട്ടത്തിൽ വല്ലാതെ ബേജാറായി കുത്തിയിരിക്കുകയാണ്. ത്വരീഖത്തുകളുടെ അതിപ്രസരമാണ്. എവിടെ നോക്കിയാലും ഇതുപോലെ സിദ്ധന്മാർ തങ്ങളുടെ ഇഷ്ടത്തിനും തങ്ങളുടെ ആഗ്രഹത്തിനും തങ്ങളുടെ പണക്കൊതിക്കും തങ്ങളുടെ ലാഭേച്ഛയ്ക്കും വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ പാവപ്പെട്ട ജനങ്ങളെ വിശ്വാസപരമായി ദൗർബല്യത്തിലുള്ള ആളുകളെ പിടിച്ചെടുത്ത് കൊണ്ടുപോയി തന്റെ മുന്നിൽ നിന്ന് പാട്ടുപാടിക്കുന്ന, തന്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിപ്പിക്കുന്ന, താൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലെല്ലാം കുട്ടിക്കുറങ്ങിനെ ഇട്ട് അമ്മാനമാടുന്ന ഒരു നാൽക്കവലയിലെ ഒരു കൂലി പ്രവർത്തകനെ പോലെ അത്തരം പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട്, ഈ പ്രവർത്തനങ്ങൾ അതിങ്ങനെ മനുഷ്യ സമൂഹത്തിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നാം ഈ പ്രസംഗിക്കുന്നതിന്റെ തൊട്ടടുത്താണ്, നിങ്ങളേവരും അറിഞ്ഞ സംഗതിയാണ്, ഞാനത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈമാൻ സൂക്ഷിച്ചു വെച്ച, ഇസ്ലാമിന്റെ മാന്യത സൂക്ഷിച്ചു വെച്ച, ഇസ്ലാമിന്റെ ആദർശങ്ങളെ സൂക്ഷിച്ചു വെക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന പീഡനവും അനുഭവിക്കേണ്ടി വന്ന പ്രയാസവും തുറന്നു പറയേണ്ടി വന്നത് ഈ കൈരളിയുടെ മുന്നിലാണെങ്കിൽ, വിദ്യാഭ്യാസത്തിൽ ഉന്നതയിൽ നിൽക്കുന്ന, സംസ്കാരത്തിലും ധാർമ്മികതയിലും മുന്നിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന കൈരളിയുടെ മുഖത്ത് നോക്കി, മുസ്ലിം കൈരളിയുടെ മുഖത്ത് നോക്കി, പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെ സ്വന്തം ഭർതൃഗൃഹത്തിലും തനിക്ക് വേണ്ടി നിർമ്മിച്ചുണ്ടാക്കിയ വീട്ടിലും ഇത്തരം സിദ്ധനടക്കമുന്ന ആളുകൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെ ശക്തമായി രംഗത്ത് പറഞ്ഞു വരുമ്പോഴാണ് മുസ്ലിം സമുദായം മനസ്സിലാക്കുന്നത് ഇതറിയാത്തത് എത്രയോ കഴിഞ്ഞു പോയിട്ടുണ്ട്.
എതിർത്തിട്ടുണ്ടാകും. ഇതെതിർക്കാൻ ത്രാണി കാണിച്ച വിശ്വാസം അല്പമെങ്കിലും ഉള്ളിലുണ്ട് എന്നതുകൊണ്ട്, ഈമാനിന്റെ ശക്തമായ മേഖല ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ അയാളുടെ മുന്നിൽ ഞാൻ ഒരിക്കലും അയാളുടെ മുന്നിൽ വിധേയാവുകയില്ല. എനിക്കയാളെ കാണണ്ട, ഞാൻ അയാളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച ഒരു പെൺകുട്ടിയുടെ കഥ ഈ അടുത്ത കാലത്ത് നമ്മൾ ഇവിടുന്ന് വായിച്ചതാണ്. സിദ്ധന്മാരന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായി മരണപ്പെട്ടു പോയ എത്ര സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ടവരെ. മാനം നഷ്ടപ്പെട്ടു പോയ, അഭിമാനം നഷ്ടപ്പെട്ടു പോയ, കുടുംബ ജീവിതം നഷ്ടപ്പെട്ടു പോയ എത്രയോ ആളുകൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സിദ്ധന്മാർ കേരളക്കരയിൽ ഇങ്ങനെ അരങ്ങ് തകർക്കുമ്പോൾ ശക്തമായി ജനകീയമായ നേരിടലാണ് വേണ്ടത്. ജനകീയമായി നേരിടണമെവരെ ഓരോ പ്രദേശത്തെയും മാന്യന്മാരായ തറവാട്ടുകാരായ അതെ ശുദ്ധമായ തറവാടിത്തം പറയാനുള്ള മാന്യന്മാരായ ആളുകൾ അവരതിനു വേണ്ടി രംഗത്തിറങ്ങണം. ഇത്തരം ആളുകളെ പിടിച്ചു കെട്ടാൻ കഴിയണം. ഓരോ നാട്ടിലും ഒരു സിദ്ധൻ വന്നാൽ ആ സിദ്ധന് ഏതൊക്കെ വലിയ തങ്ങന്മാരും ഏതൊക്കെ വലിയ ഉസ്താദുമാരും പിന്തുണ കൊടുത്താലും ശരി, ജനങ്ങളെ വിശ്വാസപരമായും ജനങ്ങളുടെ സാമ്പത്തികമായും തകർത്തെറിയാൻ ശ്രമിക്കുന്ന ഇത്തരം സിദ്ധന്മാരെ ആട്ടിയോടിക്കാൻ മുസ്ലിം സമുദായത്തിലെ തന്റെ ഇടമുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും ആവർത്തിക്കും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ, ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ ഇനിയും ഈ സമൂഹത്തിൽ ആവർത്തിക്കേണ്ടി വരും. നിങ്ങൾ നോക്കൂ, സിദ്ധന്മാർ മാത്രമാണോ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മന്ത്രവാദികൾ, ധാരാളം മന്ത്രവാദികളുണ്ട്. ഇന്ന് മന്ത്രവാദികൾക്ക് വളരെ എളുപ്പമാണ്. ഒരു 2 മീറ്റർ നീളമുള്ള PVC പൈപ്പ്, ഒരു സ്പ്രേ അടിക്കാൻ പറ്റുന്ന ഒരു സ്പ്രേ കുപ്പി, പിന്നെ വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഒരു ഹെഡ്സെറ്റ്. ഇങ്ങനെ 2-3 സാധനങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ വലിയ മന്ത്രവാദിയായി. തന്റെ മുന്നിലേക്ക് കടന്നു വരുന്നവന് എന്താണ് അസുഖമെന്ന് കശ്ഫിലൂടെ ഇയാൾക്ക് ബോധ്യപ്പെടും. ശ്രദ്ധിക്കണം നിങ്ങള്. കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായ ഒരു വലിയ ചർച്ചയുണ്ട്, ഒരു തർക്കമുണ്ട്. ആ തർക്കം ജിന്നുമായി ബന്ധപ്പെട്ടതായിരുന്നു. ജിന്നുമായി ബന്ധപ്പെട്ട തർക്കം എന്നതിന്റെ അടിസ്ഥാനപരമായ ഭാഗം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? അടിസ്ഥാനപരമായ വിഷയം ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയവൻ തന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടെങ്കിൽ ആ ജിന്നിനെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ജിന്നെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാകുമോ അല്ലയോ എന്ന ചർച്ചയുടെ അടിസ്ഥാനപരമായ മേഖല. എന്തിനായിരുന്നു ഈ ചർച്ച ഇവിടെ കൊണ്ടുവന്നത്? ആ ചർച്ച കൊണ്ടുവന്നത് മന്ത്രവാദത്തിന് വേണ്ടിയായിരുന്നു. മന്ത്രവാദം നടത്താൻ വേണ്ടിയാണ്. അഥവാ ജിന്ന് കൂടിയ ഒരു മനുഷ്യൻ, ആ ജിന്ന് കൂടിയവൻ വരുമ്പോൾ ആ ജിന്നിനോട് സംസാരിക്കുമ്പോൾ, അങ്ങനെ ജിന്നിനോടൊരു കാര്യം ചോദിച്ചാൽ അത് ശരിയാകുമോ തെറ്റാകുമോ, അത് ശിർക്കാകുമോ അതല്ല ശിർക്കല്ലാതാകുമോ എന്നൊക്കെയുള്ള ചർച്ചയിൽ നിന്നാണ് പിന്നീട് ഇത് മറ്റൊരു ഭാഗത്തിലേക്ക് മാറുന്നത്. അടിസ്ഥാനപരമായി ഈ മന്ത്രവാദത്തിന് വേണ്ടിയാണ് കേരളക്കരയിൽ ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു കൂട്ടം ആളുകൾ ഞങ്ങൾ മുജാഹിദുകളാണെന്ന് പറഞ്ഞ് നടക്കുകയും അവസാന മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് നിഷ്കാസിതരാക്കപ്പെടുകയും ഇപ്പോഴും മുജാഹിദാണ് എന്ന് പറഞ്ഞു നടക്കുകയും അതോടൊപ്പം തന്നെ ഈ മന്ത്രവാദത്തിന്റെ പുതിയ വെർഷൻ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ദുരന്ത ഫലമാണ് നമ്മൾ കരുളായിയിൽ കണ്ടത്. അതൊന്നും മൂടിവെക്കപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. അതിന്റെയൊക്കെ പിന്നിൽ ഏത് ഗ്രൂപ്പാണ്, ഏത് സംഘടനയാണ്, ഏത് പാർട്ടിയാണ്, ആരാണ് അതിന് വെള്ളവും കൊടുത്തതെന്നൊക്കെ പരസ്യമായ രഹസ്യമാണ്. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനതിന്റെ യാഥാർത്ഥ്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. കേരളയിൽ ഒരു ചെറുപ്പക്കാരന്റെ കരൾ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ ശരീരം ശോഷിച്ച് അയാൾ പ്രയാസത്തിലായി,
പല രൂപത്തിലുള്ള ചികിത്സകൾ നടത്തി, ഫലമില്ലാതെ വന്നു. ഇനി എന്ത് ചെയ്യും? അവിടെയാണ് ഈ ജിന്ന വിഭാഗത്തിന്റെ ആളുകൾ ആദ്യമായി ചോദിച്ച ചോദ്യം. എപിയോട് ഞാൻ ചോദിച്ചു, ടിപിയോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു മുജാഹിദുകാരനെ പറ്റിയാൽ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നൊരു ചോദ്യം പ്രസക്തമായിരുന്നു എന്ന്. കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞു നടന്ന വർത്തമാനങ്ങളൊന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നും സോഷ്യൽ മീഡിയയിൽ സജീവമാണത്, യൂട്യൂബിൽ അത് സജീവമാണ്. എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിരുന്നു മുജാഹിദ് പള്ളികളുടെ കോലായികളിൽ, മുജാഹിദ് പള്ളികളുടെ ചരിവുകളിൽ ഒരു ജിന്ന ചികിത്സാലയം ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് അവർ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത് എന്നത്. അതൊക്കെ ഇന്നലകളിൽ കഴിഞ്ഞ് ഡിലിറ്റായി പോയി ആരും വിചാരിക്കേണ്ട. 4 വർത്തമാനം ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ചില ആളുകൾ വന്നിട്ട് പറയും ഞങ്ങളുമായി ബന്ധമില്ല. ആരുമായും ബന്ധമുണ്ടെന്ന് പറയണ്ട. ഇവിടെ കേരളത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുമായി അതിന് ബന്ധമുണ്ട് എന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട. ഓരോരുത്തരുടെയും ആശയവും ആദർശവും അവർ മുന്നോട്ട് വെക്കുന്നത് എന്താണെന്ന് കേരളക്കരയിലെ ജനങ്ങൾക്ക് ഇന്നലെ വരെയുള്ള വിഷയങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പേറ്റന്റ് ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയി ഇന്ന് മന്ത്രവാദിയുടെ പേര് മന്ത്രവാദി എന്നല്ല, പിന്നെ ഇന്ന് വിളിക്കുന്നത് റാഖി എന്നാണ്. റാഖി എന്നേ പറയാറുള്ളൂ. ചില പണ്ഡിതന്മാർ അതായത് ആ ജിന്ന വിഭാഗത്തിലുള്ള ചില പണ്ഡിതന്മാർ പറയും വീട്ടിൽ ഓരോ വീട്ടിലും ഓരോ റാഖിമാരുണ്ടാവണം, ഓരോ വീട്ടിലും ഒരു റാഖി ഉണ്ടാവണം. റാഖി എന്ന് പറഞ്ഞാൽ മന്ത്രിക്കാൻ അറിയുന്ന ഒരാളുണ്ടാകണം എന്നാണ്. മനസ്സിലായോ? ഒരു റാഖി ഉണ്ടാവണം വീട്ടിൽ. ആ റാഖി ഇല്ലാത്ത വീട്ടുകാർ റാഖി അന്വേഷിച്ചു പോകും. അപ്പൊ റാഖി ഉണ്ടാകും ഒരു ക്ലിനിക്കുമായിട്ടിരിക്കുന്നു. അതിലെ സ്പെഷ്യലിസ്റ്റ് ചെയ്ത ഏറ്റവും വലിയ റാഖി അയാളാണ് ഈ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ. ബാക്കിയൊക്കെ കയ്യാളന്മാരാണ്. ആ റാഖിയാണ് സംസാരിക്കുക, ആ റാഖിയാണ് പറയുക, തീരുമാനം പറഞ്ഞു കൊടുക്കും, ബാക്കി ഇങ്ങോട്ട് ചെയ്ത് കൊടുത്തോളീൻ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ഞാനൊക്കെ ദർസിൽ ഓതി തുടങ്ങിയ സമയത്ത് അന്ന് നമ്മളെ ഉസ്താദ് വലിയ മന്ത്രവാദിയായിരുന്നു. അദ്ദേഹം പലയിടത്തുനിന്നും കൊട്ടേഷൻ എടുക്കും. ഒരിടത്ത് സീർ ബാത്തിലാക്കലാണെങ്കിൽ, ഒരിടത്ത് ജിന്നൊഴിപ്പിക്കലായിരിക്കും, ഒരിടത്ത് മുട്ടറക്കലായിരിക്കും, അങ്ങനെ പലതും അദ്ദേഹം ഏറ്റെടുക്കും. എന്നിട്ട് ചെറിയ ചെറിയ പണിയൊക്കെ നമ്മളെ കയ്യിലാണ് തരിക. വലുതൊക്കെ ഉസ്താദ് തന്നെ ചെയ്യും, ചെറുതൊക്കെ നമ്മൾ ചെയ്യാം. ഒരു 21 ദിവസം മൊട്ട മന്ത്രിക്കാണെങ്കിൽ നമ്മൾ പോവാ. അതുപോലെ തന്നെ മന്ത്രിച്ചൂതിയ വെള്ളം കൊടുത്ത് ദ്വാ ചെയ്യിപ്പിക്കാൻ ഒരു മന്ത്രിക്കാനാണെങ്കിൽ നമ്മൾ പോവാ. വലിയ പണി നടക്കുന്നിടത്ത് മാത്രമേ എന്തെങ്കിലും ഉസ്താദ് വരുള്ളൂ. ഇതുപോലെ ശരിക്കും അതിന്റെ നേർപതിപ്പാണ് ഇന്ന് ജിന്ന വിഭാഗം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രവാദ ചികിത്സ. യാതൊരു വ്യത്യാസമില്ല, നേരെ ഇപ്പുറത്ത്. എന്നിട്ടോ ഈ കരുളായിലെ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി റാഖി വിധി എഴുതി. ആ മനുഷ്യന്റെ വയറ്റിൽ ഗണപതിയാണ്. കരൾ രോഗം ബാധിച്ച് അവശനായി തീർന്ന് കേരളത്തിൽ അവർക്ക് കാണാവുന്ന മിക്കവാറും പ്രധാനപ്പെട്ട ഡോക്ടർമാരെയൊക്കെ കണ്ടു. ആ ഡോക്ടർമാര് പറഞ്ഞു 2-3 വർഷത്തിലധികം ഇദ്ദേഹം ജീവിച്ചിരിക്കില്ല. കാരണം രോഗം അത്ര കടുത്തതാണ്. മരുന്ന് കൃത്യമായി കൊണ്ടുപോയാൽ ഒരല്പം ഡ്യൂറേഷൻ കൂടി കിട്ടുമെന്ന് മാത്രം. അദ്ദേഹത്തിന് തൊട്ടടുത്ത സമയത്ത് തന്നെ ലോകത്തോട് വിട പറയേണ്ടി വരും. അത്രമാത്രം അവസ്ഥയിലാണെന്ന് പറഞ്ഞിടത്താണ് നമ്മുടെ ജിന്നറാക്കി പറയുന്നു, അതൊന്നും പ്രശ്നമല്ല, കരളൊന്നും അല്ല പ്രശ്നമകത്ത്. എന്തൊരു കഷ്ടാണ് നോക്കാൻ. ആരാണ് മക്കളെ ഈ ഗണപതി? ഈ ഒരൊറ്റ വാക്കുകൊണ്ട് മനസ്സിലായി ഈ മനുഷ്യൻ ഒരു കാര്യം അറിയില്ല, മതം അറിയില്ല, മതമല്ലാത്തതും അറിയില്ല. ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കാൻ. ഗണപതി എന്ന് പറയപ്പെടുന്നത്, ഞാനതിനെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗണപതി എന്ന് പറയപ്പെടുന്നത് ഹൈന്ദവ സഹോദരങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവസങ്കല്പത്തിന്റെ പേരാണ്.
ആ ദൈവസങ്കല്പത്തെയാണ് ഈ റാഖി യാഥാർത്ഥ്യവൽക്കരിച്ചിരിക്കുന്നു. ഇവൻ ഹക്കായി പറയാണ് അതിന്റെ വയറ്റിൽ ഗണപതി ഉണ്ട് എന്ന്. നിങ്ങൾ ആലോചിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആളുകളൊക്കെ ഇന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ മുജാഹിദാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ സമുദായം ഇനിയും അബദ്ധത്തിലേക്കല്ലേ. അതിനെന്തോണം? ചികിത്സിക്കണം. ചികിത്സ എന്താ? അയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് അവസാനിപ്പിക്കണം. ആദ്യം അതിൽ ദാറുൽ കുഫറും ദാറുൽ അഹദും ദാറുൽ ഇസ്ലാമും ഒക്കെ ചർച്ച വന്നുകൊണ്ടാണ് കേൾക്കണത്. അത് പറയാൻ ഉദ്ദേശിക്കണില്ല ഞാൻ. മനസ്സിലായോ? ദാറുൽ ഇസ്ലാമിലാണെങ്കിൽ ഇങ്ങനെ, ദാറുൽ കുഫറിലാണെങ്കിൽ ഇങ്ങനെ, ദാറുൽ അഹദിലാണെങ്കിലും ഇങ്ങനെ തുടങ്ങുന്ന ചർച്ചകൾ റാഖിമാരുടെ ചർച്ചയാണ്. എവിടുന്നാ നിങ്ങൾക്കിത് കിട്ടുന്നത്? ആരാ നിങ്ങൾക്ക്, ഏത് ശൈത്താനാ നിങ്ങൾക്കിത് കൊണ്ടുതരുന്നത്? ഈ സമുദായത്തെ പിഴപ്പിക്കാൻ അവസാനം ആ ചെറുപ്പക്കാരന് മരുന്ന് പോലും നിഷേധിച്ചു. അവശനായി പോയി. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്റെ സുഹൃത്തിന് തന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് വോയിസ് അയച്ചു. അല്ലെങ്കിൽ ലോകം അറിയുമായിരുന്നില്ല. ഏയ് റാഖിമാരെ, ജിന്ന് സേവകന്മാരെ, ജിന്ന് പണ്ഡിതന്മാരെ, ജിന്നിന് വേണ്ടി വാദിക്കുന്നവരെ, ഈ സമുദായത്തെ വെട്ടിമുറിച്ചുകൊണ്ട് പുതിയ ആശയങ്ങളുമായി കടന്നുപോയവരെ, നിങ്ങളെ പടച്ചതമ്പുരാൻ വെറുതെ വിടില്ല എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ആ ചെറുപ്പക്കാരൻ മരിക്കുന്നതിന് മുമ്പ് താൻ അനുഭവിച്ച പീഡനത്തിന്റെ കഥ ലോകത്തോട് വിളിച്ചു പറയാൻ അള്ളാഹു ആ മനുഷ്യന് തൗഫീഖ് കൊടുത്തത് നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വെറുതെ ആണെന്ന് വിചാരിച്ചോ? നിങ്ങൾ രഹസ്യമായി ഓല വീട്ടുകാരുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ രഹസ്യമായി അതങ്ങ് നടത്തിപ്പോയാൽ ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? ഇനി ഞാൻ ഒന്നുകൂടി പറയാം. നിഷേധിക്കാൻ കഴിയുന്നവരൊന്നും നിഷേധിക്കട്ടെ. ഈ മനുഷ്യന്റെ വയറ്റിൽ ഗണപതിയാണെന്ന് എങ്ങനെയായി റാഖിക്ക് മനസ്സിലായത്? അതിനാണ് മന്ത്രവാദികളുടെ നേതാക്കന്മാരായി ഇന്ന് കേരളത്തിൽ വലസിക്കൊണ്ടിരിക്കുന്ന ജിന്ന് പണ്ഡിതന്മാരിലെ ചില ആളുകൾ പറഞ്ഞു, നമുക്ക് കശ്ഫിലൂടെ മനസ്സിലാകുന്നതാണ്. എടോ, നിങ്ങളൊക്കെ എന്തിനാടോ മുജാഹിദ് എന്ന് പറയണം? നിങ്ങൾക്ക് ഖുറാഫി എന്ന് പറഞ്ഞൂടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. കേരളക്കരയിൽ ഒരു കാലത്ത് നിലനിന്ന ഖുറാഫത്തായിരുന്നു അത്. ഞങ്ങളെ ശൈഖിന് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കശ്ഫ് കിട്ടുന്നുണ്ട്. ആ കശ്ഫിലൂടെയാണ് ഞങ്ങളെ ശൈഖ് ഇതൊക്കെ പറയുന്നത്. ഞങ്ങളെ ശൈഖിന്റെ മുന്നിൽ മറയായിട്ടൊന്നും ഉണ്ടാവില്ല. ആ ഉള്ളിലുള്ളത് ഞങ്ങളെ ശൈഖിന് കശ്ഫിലൂടെ അറിയാം. എടാ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് നമ്മുടെ നാട്ടിലെ കേരളക്കരയിലെ പിന്നെ ആളുകൾ പാടി നടന്ന പാട്ടുണ്ടല്ലോ, എന്ത് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളെ കൽബകനെന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. മുജാഹിദ് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ അറിയാൻ കഴിയില്ല. അങ്ങനെ ഒരാളുടെ ഉള്ളിലുള്ളത് പറയാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ മഹാനായ ഈസാ നബിയുടെ മോചിതത്തായി അല്ലാഹു പറയുകയാണ്, വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങൾ വയറ്റിൽ നിങ്ങൾ തിന്നതെന്താണെന്ന് ഞാനങ്ങ് പറഞ്ഞു തരും. നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് ഞാനങ്ങ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞത് മോചിതത്തായി അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അതാ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ സമാനമായത് കൊണ്ടുവരികയാണ്. നമ്മൾ പറഞ്ഞു ഇല്ല, അതൊരിക്കലും ഇസ്ലാമികമല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. എന്നാൽ എന്നതാ ജിന്നവാദവുമായി കടന്നു വന്ന മുസ്ലിയാക്കന്മാർ, ജിന്നവാദവുമായി കടന്നു വന്ന മൗലവിമാർ, അവർ വന്നിട്ട് പറയുകയാണ്, രോഗിയുടെ വയറ്റിനുള്ളിലുള്ള ആരാണ്, രോഗിയുടെ ശരീരത്തിൽ കയറിയത് ഏതാളാണ്, ഏത് പിശാചാണ്, അയാളുടെ പേരെന്താണ്, അത് ഗണപതിയാണോ, അതിന് വേറെ ആരെങ്കിലുമാണോ? അങ്ങനെ പറഞ്ഞു തരാൻ ഞങ്ങളുടെ റാഖിമാർക്ക് കഴിയും. കാരണം ഞങ്ങളുടെ റാഖിമാർക്ക് കശ്ഫുള്ളവരാണ്. കശ്ഫുള്ള റാഖിമാരതെങ്ങനെ പറയാൻ തുടങ്ങി. നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ജിന്നുവാദികൾ എന്ന് പറയുന്നത്. ചില ആളുകൾ ആ പേരൊക്കെ മാറ്റാൻ വേണ്ടി പുതിയ പേരൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. എന്നാലും പോവില്ല. എന്നാലും പണി അതായതുകൊണ്ട് പോകില്ലല്ലോ.
പലതും പറഞ്ഞു നോക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ വേറെ രൂപത്തിലാണ്. പോകില്ല. കാരണം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത അസിലുണ്ടല്ലോ, ആ അസില് പിഴച്ചതായിരുന്നു. പിഴച്ച അസിലും മേൽക്കട്ടി ഉണ്ടാക്കിയതൊക്കെ പിഴച്ചതാണ്. അതിങ്ങനെ പിഴച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ഉസ്താദുമാരിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ എവിടെ എത്തി? അവർക്ക് കശ്ഫ് കിട്ടുന്ന അവസ്ഥയിലേക്കെത്തി. കശ്ഫ് കിട്ടുന്ന അവസ്ഥയിലെത്തി. ആ കശ്ഫിലൂടെ പിന്നെ റൂമിന്റെ ഉള്ളില് ടൈലിന്റെ അടിയില് സിഹിർ ചെയ്തതൊക്കെ കണ്ടെത്തിയോലോ. ഇവിടെ ഉണ്ട് കുഴിച്ചാളി, ഇവിടെ ഉണ്ട് കുഴിച്ചു നോക്ക്. അതെങ്ങനെ മൗലവി നിങ്ങൾക്ക് മനസ്സിലായി? കശ്ഫിലൂടെ മനസ്സിലായിട്ടുണ്ട്. ഏയ് ജിന്നവാദികളെ, എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു സിദ്ധൻ വന്ന് വർത്തമാനം പറയുമ്പോഴേക്ക് അയാൾ ഉണ്ടാക്കിയ പുകിലിന്റെ മുന്നിലേക്ക് ചാടി വന്ന് സ്വന്തം മുഖം ഇങ്ങനെ വാൾപോസ്റ്റ് വെച്ച് മറച്ച് രക്ഷപ്പെടാമെന്നായിരുന്നു നിങ്ങൾ വിചാരിച്ചത്? നടക്കൂല. നിങ്ങൾ അതിനേക്കാൾ വലിയ അബദ്ധത്തിലുള്ളത്. അയാൾ കാണിച്ചത് അബദ്ധമാണ്, അയാൾ കാണിച്ചത് തോന്നിയവാസമാണ്, അയാൾ കാണിച്ചത് അനിസ്ലാമികമാണ്. കൃത്യമാണത്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്താണ് നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ പ്രസംഗകന്മാർ, നിങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഉള്ളത് എന്ന കാര്യം മറന്നു പോകണ്ട. മനസ്സിലായോ? ഓരോരുത്തരെ കുറിച്ചും അങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇതിങ്ങനെ പറഞ്ഞു വന്നു. തൊട്ടടുത്തുണ്ടെങ്കിൽ വിളിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊടുത്തത് കൊണ്ടാണ് ഇത്തരം സമ്പ്രദായങ്ങളൊക്കെ കടന്നു വരാൻ കാരണമായത്. അവരങ്ങനെ പറഞ്ഞു തുടങ്ങി. എന്നാൽ പണ്ഡിതലോകം പറഞ്ഞു, ശിർക്കായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഖൗലു ബഅ്ദിൻ നാസ്, ചില ആളുകളുടെ വർത്തമാനം. യാ ജിൻ ഖുദൂഹു, യാ സബ ഖുദൂഹു, യാ ജിന്നൽ ലഹീറ ഖുദൂഹു, യാ ജിന്ന ശഅബൽ ഫുലാനി ഔ യാ ജിന്ന ബലദ് ഫുലാൻ ഫഹാദാ കുല്ലുഹു ശിർകുൻ അക്ബർ. പണ്ഡിതന്മാര് പഠിപ്പിച്ചരികയാണ്. ഒരാൾ പറയുന്നു, ജിന്നെ ഒന്ന് പിടിച്ചോ, സബഅത്ത്, 7 ജിന്നുകൾ അല്ലെങ്കിൽ പിന്നെ 7 ജിന്നുകൾ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ജിന്നുകളെ ഒന്ന് പിടിച്ചോളൂ. അങ്ങനെ ഒരു പ്രദേശത്തെ ജിന്ന്, ഇന്നയാളുടെ ജിന്നെ ഒന്ന് പിടിച്ചോളൂ എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം വലിയ ശിർക്കാണ്. എന്ന് മാത്രമല്ല, ഒരാൾ പറയുകയാണ്, യാ മലായികത്തുല്ലാഹി അയ്ഖുലൂനി അബ്ഹിഫ്ലൂനി ഫഹാദാ ശിർകുൽ അക്ബർ. ഒരാൾ പറയാണ്, അല്ലാഹുവിന്റെ മലക്കുകളെ, ഞങ്ങളെ ഒന്ന് വിളിച്ചുണർത്തണേ. രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ സുബഹിക്ക് മുമ്പ് എന്നെ ഒന്ന് വിളിച്ചുണർത്തണേ എന്നൊരാൾ പറഞ്ഞാൽ, അതുപോലെ തന്നെ എന്നെ കാത്തുരക്ഷിക്കണേ, സംരക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതും ശിർക്കുൻ അക്ബർ വലുതാണ്. ഔ യാ ജിന്നൽ ബൈതി യഹ്ഫളൂനി ഔ ഐഖലൂനി ഫഹദാ ശിർക്കുൻ അക്ബർ നഊദു ബില്ലാഹി മിൻ ദാലിക്. ഗൗരവത്തിൽ അറിയേണ്ട വാക്കുകളാണ്. വീട്ടിനകത്ത് വീട്ടിലൊരു ജിന്നുണ്ടെന്ന് വിചാരിക്കൂ. ആ ജിന്നിനോട് പറയാണ്, യാ ജിന്നൽ ബൈത്ത്, വീട്ടിലെ ജിന്നെ, എന്നെ ഒന്ന് ഉറക്കത്തിൽ ഒന്ന് വിളിച്ചേക്കണട്ടോ, ഒന്ന് വിളിച്ചുണർത്തിയേക്കണട്ടോ എന്നാ ജിന്നിനോട് പറഞ്ഞാൽ അത് ശിർക്കാണ് എന്ന് പണ്ഡിതലോകം കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ വളരെ വ്യക്തമായി ഇന്നലകളിൽ നമ്മുടെ കേരളത്തിൽ ശക്തമായി ചർച്ച നടന്നതാണ്. എന്നാൽ ഈ ചർച്ചയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്നോട്ട് വലിഞ്ഞ് ഉൾവലിഞ്ഞു പോയി. ഇന്നതൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അടുത്ത ഒരു ദുരിതം കൂടി കടന്നു വരുന്നു. അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് മന്ത്രവാദത്തിന്റെ പിടിയിലാണ്. അവർ മന്ത്രവാദം ചെയ്യുന്ന തിരക്കിലാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ PVC പൈപ്പ് കൊണ്ടുവന്ന് ചെവിയിലേക്ക് പിടിച്ച് അങ്ങനെ ഓടി ആ മനുഷ്യന്റെ ചവിടിലേക്ക് നിരന്തരമായ ഒച്ച കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന അസ്വസ്ഥതയെ, പ്രകൃതിദത്തമായി വരുന്ന അസ്വസ്ഥതയെ, അത് പിശാചിന്റെ ഇളകലാണെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ഉപദ്രവിക്കാനും ആ മനുഷ്യനെ തകർക്കുവാനും ശ്രമിക്കുന്ന, അതിനു വേണ്ടിയാണ് ചില ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം,
ഇവിടെ വേറെ ചില ആളുകൾ ഇപ്പോൾ ഈ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ ചാനൽ പുറത്തുവിട്ടൊരു വാർത്തയാണത്. മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അടുത്തുണ്ട് ഒരു റാഖി, ഒരു മന്ത്രവാദി. അയാളുടെ കയ്യിലുള്ളത് ആകെ 2 മീറ്റർ നീളമുള്ള ഒരു PVC പൈപ്പാണല്ലോ. ആ PVC പൈപ്പിന് ഒരു ഊത്തിന് ഇത്ര ഉറുപ്പ്യാണ്. നിങ്ങളത് ആലോചിച്ചാണ്. ഊതി വീഴ്ത്താണ് മനുഷ്യന്മാരെ, ഊതി വീഴ്ത്താണെന്നാണ്. ജിന്നിനെ വീഴ്ത്തുന്ന പറയാം, വീണ മനുഷ്യന്മാരാണ്. മനസ്സിലായോ? ഈ ചരണിയിലെ റാഖി വാങ്ങിയതോ 10,000 ഉറുപ്പ്യാണല്ലോ. എന്താ ചികിത്സ? ഖുർആൻ എന്ന് അല്ലേ? 3-നോ 4-നൊക്കെ മുയിലാമാര് വന്ന് ഓതി പൈസ വാങ്ങിയ ഭയങ്കര വിദ്യാർത്ഥി. മനസ്സിലായില്ലേ? PVC പൈപ്പ് വഴി ഊതിക്കൊടുത്തിട്ട് ഖുർആൻ ഊതിയിട്ട് അങ്ങനെ ഊതിക്കൊടുത്താൽ അതിന് 10,000. കുഴപ്പമില്ല, അതിന് ഹദീസുണ്ട് എന്നാ. കണ്ടോ? ഈ രൂപത്തിലെല്ലാം അവിടെ ഉണ്ട്. ഒരു ചില ആളുകൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ കിട്ടാതെ ഇയാൾക്ക് ശിഫയാകില്ല എന്ന് പറഞ്ഞു വിട്ടാൽ നേരെ പോകാം അടുത്ത ക്ലിനിക്കിലേക്ക്. അത് ഊത്തു ചികിത്സയാണ്. 3 ഊത്ത് കൊണ്ട് ഉറപ്പായിട്ടും മാറുന്ന 3 ഊത്ത് കൊണ്ട് മാറും. മാറിയില്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കുമെന്ന് പറയണ്ട. മാറിയില്ലെങ്കിൽ മാറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഖദറൊക്കെ തിരിച്ചു വരാം. എന്ത് ഖദറ്? പടച്ചോ അനക്ക് പിടിച്ചാണ്. ഇതാദ്യം തന്നെ അങ്ങോട്ട് തീരുമാനിച്ച പോരെ? ഇതാദ്യം തന്നെ പറഞ്ഞാ പോരെ? ആ ചരണിയിലെ ചെറുപ്പക്കാരനെ ഊതി 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 ആ ചെറുപ്പക്കാരൻ പറയാണ്, ചിലപ്പോ എന്റെ കൈത്തുമ്മൽ വെട്ടും. എന്റെ ഉമ്മ ഇട്ട പേര് ഫിറോസ് എന്നാണ്, എന്നെ വരെ വിളിക്കണ ശൈത്താൻ എന്നാണ്. റാഖിന്റെ മുന്നിലെത്തിയ പിന്നെ ശൈത്താനല്ലാതെ പിന്നെ ആരുണ്ടാകുക? റാഖിയുടെ മുന്നിലിരിക്കുന്നവൻ മനുഷ്യനല്ല, പിശാചാണ്. അവൻ അങ്ങനെ പെരുമാറുള്ളൂ. കൈത്തിന് മേൽ വെട്ട പിശാചിനെ കൊല്ലാൻ നോക്കാണ് എന്നാണ്. വെട്ടിയിട്ട് മരിക്കണില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോ എന്റെ നെഞ്ചിലടിക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് തുടക്കാൻ അടിച്ചുകൊണ്ട് കൊടുത്തു. മനസ്സിലായോ? എന്താ അടി? അടിച്ചു കൊടുത്തു നെഞ്ചില്. അല്പം ശക്തിയായി തന്നെ അടിക്കുക. എന്തിനാ? ശൈത്താനെ വിടാനാണ്. ആരെയാണ് ഈ അടിക്കുന്നത്? അരോഗതടഗാത്രനായ ഒരു ചെറുപ്പക്കാരനെ അല്ല. ആരെയാണ് ഈ പീഡിപ്പിക്കുന്നത്? ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെ അല്ല, മറിച്ച് കരൾ രോഗം ബാധിച്ച് പ്രയാസത്തിലായി വീണുപോയ മനുഷ്യനെയാണ് ഈ കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യമൃഗങ്ങൾ ഉപദ്രവിച്ചത് എന്ന് ഞാനും നിങ്ങളും അറിയണം. ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബലിലേക്ക് കൊണ്ടുവന്ന് കെട്ടാനാണ് ജിന്നുവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചോക്ക്. ഇതിന് അവസരം കൊടുക്കാത്തത് കൊണ്ടാണ് കേരളത്തിലെ കേരള ജംഇയ്യത്തുൽ ഉലമയെ ചീത്ത വിളിച്ചത്, കേരള ജംഇയ്യത്തുൽ ഉലമയെ ആക്ഷേപിച്ചത്. 38 പണ്ഡിതന്മാർ ഒപ്പിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ കേരള ജംഇയ്യത്തുൽ ഉലമയെ ആക്ഷേപിച്ചത് ഇതിന് നിന്നു കൊടുക്കണില്ല എന്ന് വെച്ചിട്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇതൊക്കെ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നവർ. ആ ചെറുപ്പക്കാരനത് പറഞ്ഞതുകൊണ്ട് കാര്യങ്ങളൊക്കെ രംഗത്ത് വന്നു. ഇല്ലെങ്കിൽ അത് രംഗത്ത് വരൂല. എത്രയോ കാര്യങ്ങൾ ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ 100 കണക്കിന് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, വിശ്വാസപരമായി തകർന്നു പോകുന്ന സമൂഹത്തെ മാത്രമേ ഇത്തരം റാഖിമാർക്ക് പിടിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തൊരാൾക്കും പിടിക്കാൻ കഴിയില്ല. പേടിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളെ പിടിക്കാൻ കിട്ടുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ, അയാൾ പൂർണ്ണമായ നിർഭയത്വത്തിന്റെ ആളായി മാറുകയാണ്. അയാൾ നിർഭയനായി തീർന്നു. അയാൾ പിന്നെ ഈ ജാതി കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് പേടിപ്പിക്കാൻ കഴിയില്ല. ചില ആളുകൾക്കൊക്കെ കുറച്ച് മുമ്പൊക്കെ നിങ്ങൾ കേട്ടിരുന്നുണ്ടാവും, ചില ആളുകളൊക്കെ നടക്കുമ്പോ ഇങ്ങനെ വകഞ്ഞു മാറ്റി നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? മറന്നുപോയി. അതാണ് പശ്യം, മറന്നുപോയി. ഇങ്ങനെ വകഞ്ഞു മാറ്റി. ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ അതിനെ മുട്ടിയായി ഇടിച്ചാലോ അങ്ങോട്ട് മാറി. ഇങ്ങനെ നടന്നൊരു കാലം. ഞാൻ ഇത് വെറുതെ പറഞ്ഞല്ല. അങ്ങോട്ടൊഴിച്ചാൽ അവിടെ ജിന്ന്, ഇങ്ങോട്ടൊഴിച്ചാൽ ഇവിടെ ജിന്ന്, ഇങ്ങനൊക്കെ പറഞ്ഞിരുന്നൊരു കാലഘട്ടം.
ഈ കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി ആ വിഷയം അംഗീകരിക്കാത്തത് കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇറങ്ങിപ്പോയി. ഇന്നിപ്പോ അത് കേൾക്കണമെന്ന ബേജാറിലാണ് പോലും. ഇന്ന് ആ പേര് കേൾക്കുന്നത് തന്നെ വിഷമമാണ്. ഇന്ന് ആ പേരാരെങ്കിലും പറഞ്ഞു പോയാൽ ഉടൻ തന്നെ പറയും, കണ്ടോ ഇവരാണിപ്പോ ജിന്നവാദികളായിട്ടുള്ളത്, നമ്മളതൊക്കെ എപ്പോഴേ നിർത്തിക്കണോ അല്ലേ? ഈ പ്രദേശത്ത് ഓരോ സ്ഥലത്ത് പരിപാടികൾ നടക്കുമ്പോഴും നമ്മളിങ്ങനെ സാഹൂതം കേൾക്കുന്നത് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇല്ല, ഒരക്ഷരം മിണ്ടാൻ കഴിയണില്ല, ഒരക്ഷരം പറയാൻ കഴിയണില്ല. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി പഠിപ്പിച്ചു തന്ന ആശയത്തിലേക്ക് മടങ്ങി വരാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ആ വിഭാഗത്തോട് നമുക്ക് പറയാനുള്ളത്. മുന്നോട്ട് പോകാൻ കഴിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്നു. ഒരു സ്ഥലത്ത് മന്ത്രവാദികളെ തട്ടിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആ ചില മന്ത്രവാദികൾ ഞങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ട് എന്ന് ചില ആളുകൾ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ചീത്ത വിളിക്കുന്ന മന്ത്രവാദിയെ ഉസ്താദായി കരുതുന്ന ചെറിയ മന്ത്രവാദികൾ ഈ ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നത് മറന്നുപോയി എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ നിങ്ങൾ വിശദീകരിച്ചെടുത്തോളാം. ഞങ്ങളെപ്പോലും അത്തരം സെന്ററുകൾ നടത്തുന്ന ആളുകൾ ഞങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ട്. ശരിയാണ്, അയാൾ ചീത്ത വിളിക്കും, അയാൾ പലരെയും ചീത്ത വിളിച്ചിട്ടുണ്ട്. അയാളുടെ ചീത്തക്കിരയാകാത്ത ആളുകൾ ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാവില്ല. അയാൾക്കെതിരായി പറയുന്നവരൊക്കെ അയാൾ ചീത്ത വിളിക്കും. പക്ഷെ അയാളെ ഉസ്താദാക്കി നിശ്ചയിച്ച ആളുകൾ ചീത്ത വിളിക്കപ്പെടുന്ന ഗ്രൂപ്പിലുണ്ടെങ്കിലോ അവിടെയാണ് വിഷയം. അവിടെയാണ് വിഷയം. അയാളെ ഉസ്താദായി കരുതി അയാളുമായി സംസാരിക്കുകയും എക്സ്പീരിയൻസ് പരസ്പരം കൈമാറുകയും ചെയ്യുന്ന ശിഷ്യന്മാർ അതേ ഗ്രൂപ്പിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. മനസ്സിലായോ? എതിർക്കാൻ പറ്റൂല. എന്താ കാര്യം എന്ന് വെച്ചാൽ, റുഖിയ എന്ന് പറയപ്പെടുന്നത് അത് രോഗശമനത്തിനുള്ള റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനയാണ് എന്ന പ്രാർത്ഥന എന്നത് കട്ടുവച്ചു വായിച്ച ആളുകളാൽ ഉണ്ടാക്കപ്പെട്ട പ്രസ്ഥാനമാണത്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, കുറച്ച് പുറകിലേക്ക് പോണം. മനസ്സിലായോ? റുഖിയ എന്ന് പറഞ്ഞ റുഖിയ ശർഇയ്യ, അതാണല്ലോ ഇപ്പൊ പറയാ. അതെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പണ്ഡിതന്മാർ കൂടി തീരുമാനിച്ച് എഴുതി വെച്ച വാചകത്തിൽ വരെ കൃത്രിമം നടത്തി. അത് രോഗശമന പ്രാർത്ഥനയാണ് എന്നുള്ളത്. രോഗശമനത്തിന് പ്രാർത്ഥന എന്നത് കട്ടിമാറ്റി ഖുർആനിലും സുന്നത്തിലും വന്നത് ചെയ്തുകൊണ്ട് മന്ത്രിക്കുന്നതിനെയാണ്. ചെറിയൊരു കട്ടിങ് നടത്തി. എന്റെ ആ കട്ടിങ് നടത്തിയ ആളുകൾ ഇപ്പൊ ബേജാറാവണ്. എന്തിനാ ഇപ്പൊ ബേജാറാകുന്നത്? കഴിഞ്ഞോ? ഇല്ലല്ലോ. പിന്നെയോ? അതുപോലെ തന്നെ അത്തരം ചില മന്ത്രവാദത്തെ കുറിച്ച് കേരള ജംഇയ്യത്തുലും പറഞ്ഞപ്പോ ഇവർ റുഖിയ്യത്തു ശർഇയ്യയെ വെറുമൊരു പ്രാർത്ഥനയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന് നാടുനീളം പ്രസംഗിച്ച് നടന്നത് മറന്നുപോയോ? അതൊന്നും മറക്കാൻ പറ്റൂലട്ടോ. കാരണം നിങ്ങൾ ഉയർത്തിവിട്ട ഈ വലിയ വിപത്തിന്റെ ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ അറിയേണ്ടത്. നിങ്ങൾ വിട്ടതാണ് ഈ ദുരന്തത്തെ. ആ ദുരന്തത്തെ ഇനി നിങ്ങൾക്ക് പിടിച്ചു കെട്ടാൻ കഴിയില്ല. അതിന്റെ ഉദാഹരണമാണ് ഞാൻ തുറന്നു പറയാൻ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ വിസ്തർജിതവാദികളുടെ നേതാക്കന്മാർ അത്തരം ആളുകളെ ആക്ഷേപിക്കുകയും മന്ത്രവാദത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങളുടേതല്ല എന്നും കശ്മീർ വർത്തമാനം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇതിന്റെ ആളുകൾ എന്നതാണ് ഏറ്റവും ശരിയായ റൂട്ട്. നേതാക്കന്മാരങ്ങനെ പലതും പറയും, അണികളങ്ങനെ സമ്മതിച്ചു കൊടുക്കൂല. കാരണം അവരുടെ മുന്നിൽ കിട്ടിയ, അവർക്ക് ഫീഡ്ബാക്ക് നൽകപ്പെട്ടത് ഈ വിഷയത്തിലാണ്. ആ കിട്ടിയ വിവരത്തിനടിസ്ഥാനപ്പെടുത്തിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ പറയപ്പെടുന്ന ചികിത്സകൾ മുഴുവനും അതിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ
കാസറ്റ് റെക്കോർഡിങ്ങും ഇയർഫോണും PVC പൈപ്പും സ്പ്രേ കുപ്പിയും ഒക്കെ കടന്നു വരികയാണ്. ആലോചിച്ച് നോക്കാൻ. ഒരാൾ പറഞ്ഞു ജിന്നിനെ ഇളകണ കാണണോ? ആരായി പറയണം? വലിയ വലിയ റാക്കികൾ. ഇപ്പോൾ ഓൽക്ക് റാക്കിത്തില്ല എന്നാ പറയണത്. മുമ്പ് വലിയ വലിയ റാക്കികളായ ആളുകൾ സ്പ്രേ കുപ്പി എടുത്തിട്ട് ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത ഞെട്ടാത്ത തലയിളക്കാത്ത മനുഷ്യന്മാരാരാളുള്ളത്. ഇനി ആ സ്പ്രേ കുപ്പിയിൽ നിന്ന് തെറിക്കുന്ന വെള്ളം ചവിട്ടിലാണ് വീഴണമെങ്കിലോ ഓനക്ക് ഇളകൽ കൂടും. അത് പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള കാക്കലാണെങ്കിൽ അപ്പൊ പറയാം കണ്ടോ ഇളകണ ജിന്നെ. ഇതൊക്കെ പറഞ്ഞു നടന്നൊരു കാലം ഉണ്ടായിരുന്നോ? ആ കാലഘട്ടമൊക്കെ മറന്നോ? ഇപ്പോ റാക്കിമാർക്കെതിരെ പ്രസംഗിക്കുകയാണല്ലോ. ഞങ്ങൾ ഇത്തരം മന്ത്രവാദികൾക്കെതിരെയാണെന്ന്. എന്നാ ഞാൻ പറയട്ടെ, പരസ്യമായി തുറന്നു പറയൂ. 38 പണ്ഡിതന്മാർ ഒപ്പിട്ടുകൊടുത്ത് കേരള ജംഇയ്യത്തുൽ ഉലമയെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചത് അബദ്ധമായിരുന്നു എന്ന് തുറന്നു പറയാൻ ധൈര്യമുണ്ടോ? മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ ജിന്നിനെ ചവിട്ടിയിറക്കാനും ഇടിച്ചിറക്കാനും ഒതുക്കാനും ഒക്കെ തെളിവുണ്ടെന്ന് പറഞ്ഞിരുന്നത് അബദ്ധമാണെന്ന് പറയാൻ തയ്യാറുണ്ടോ? ജിന്ന് കൂടിയത് ജിന്നാണെന്ന് കൃത്യമായി അറിയാമെന്ന്, അതറിയാൻ സാധിക്കുമെന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? KM മൗലവിയുടെ പേരിൽ തെറ്റിദ്ധാരണ പരത്തി മുസ്ലിം സമുദായത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് തെറ്റായി പോയി എന്ന് തുറന്നു പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ ആ ഭാഗം പൂട്ടിയിട്ട് നമുക്ക് കയറാം CD ടവറിലേക്ക്. എളുപ്പമായി. ഇങ്ങനെ പറഞ്ഞ പോരാ. ഞങ്ങൾ മന്ത്രവാദികൾക്കെതിരാന്ന് പറഞ്ഞ പോരാ. ഈ കറഞ്ഞ വിഷയങ്ങളൊക്കെ പറയണം. എന്നാൽ ആ കമ്പനി നമുക്ക് പൂട്ടാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത അതാണ്. തെറ്റ് തിരുത്തി തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇനി തൗബ ചെയ്താൽ മടിയാണെങ്കിൽ തൗബയൊന്നും പരസ്യമായിട്ട് ചെയ്യണ്ട. ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നിന്ന് പറഞ്ഞത് പോരാ. ഇവിടെ നിന്ന് പറഞ്ഞ് ചെറിയ ചെറിയ സൂചനകൾ മാത്രമാണ്. പരസ്യമായി കൃത്യമായി പറയാൻ ആ വിസ്ഡം ജിന്ന് വിഭാഗത്തിലെ ആളുകൾ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങളുടെ പുറത്തുനിന്ന് ഈ ചാപ്പക്കുത്തു മാറൂല. അതവിടെ ചാപ്പയടിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ ഉയർത്തിവിട്ട, നിങ്ങൾ തുറന്നുവിട്ട ഭൂതമാണിത്. നിങ്ങൾ കുപ്പി തുറന്നുവിട്ട ഭൂതമാണ്. ആ ഭൂതത്തിന്റെ പ്രവർത്തനമാണ് ഇപ്പോഴീ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾ ബേജാറാകേണ്ടതില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ അന്ന് പറഞ്ഞപ്പോൾ ലോകം തിരിയാത്തവർ, മുസ്ലിം സമുദായ സലഫിയ്യത്ത് അറിയാത്തവർ, സലഫിയ്യത്തിന്റെ കൃത്യമായ രൂപങ്ങൾ അറിയാത്തവർ എന്നൊക്കെ പറഞ്ഞ് മുജാഹിദ് പണ്ഡിതന്മാരെ ആക്ഷേപിച്ച് പരിഹസിച്ച് നടന്നത് ഒക്കെ മറന്നു. ഇനി പറയാനൊരൊറ്റ വർത്താനുണ്ട്. എന്നാലേ ഒറ്റ കാര്യം ഞാൻ പറയാം. അതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. മനസ്സിലേ? ഇനി പറയാനൊരൊറ്റ വർത്താനേ ഉള്ളൂ. അങ്ങനൊക്കെ പറഞ്ഞിരുന്നോ? അതൊന്നും ഞമ്മക്കിപ്പോ ഓർമ്മയില്ല കേട്ടോ. അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. മനസ്സിലായോ? ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് അന്നും ഇന്നും എന്നും പറയാനുള്ളത്. കാര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രോഗശമന പ്രാർത്ഥനകളും ദുരിതം മാറാനുള്ള പ്രാർത്ഥനകളും അത് കൃത്യമായി ചെയ്യണം. റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ചെയ്യണം. നബിതങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യണം. അത് ചെയ്യണം. റസൂലുള്ളാഹിക്ക് മാത്രം ഖാസായത് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. നബിതങ്ങൾക്ക് ഖാസായത് അത് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇത് പൂർത്തിയാവില്ല. അതുകൊണ്ട് പറഞ്ഞേക്കട്ടെ ഞാൻ. അതായത് റസൂലുള്ളാഹിന്റെ കാലത്തെ സഹാബി വനിതകൾക്ക് ജിന്നുബാധയേറ്റത് മനസ്സിലായിരുന്നു. പിന്നെന്താ ഞമ്മക്ക് മനസ്സിലാകാത്തത്? അതിനുദാഹരണം എന്താ പറഞ്ഞത്? ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് നബിതങ്ങളോട് ആ സ്ത്രീ പറഞ്ഞു, നബിയേ, ഈ കുട്ടിക്ക് ജിന്നുബാധയാണ്, ബാധയേറ്റിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലല്ലോ. എന്ത്? അതെങ്ങനെയാ നിനക്കറിയാം? നിനക്കതറിയാൻ പറ്റുള്ളൂ, വഹിയുള്ള എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് നബിതങ്ങൾ പറഞ്ഞില്ലല്ലോ. നബിതങ്ങൾ ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പിശാചിനെ ഇറക്കി വിടുകയല്ലേ ചെയ്തത് എന്നാണ് ചില ആളുകൾ ചോദിക്കുക. ഈ ചോദ്യം എന്തിനായിരുന്നു?
പറഞ്ഞോളി. എന്തിനായിരുന്നു? ഹദീസ് പഠിപ്പിക്കാനാ? ഹദീസിന്റെ മത്തിന് പഠിപ്പിക്കാനാ? അല്ല. റാക്കിമാർക്ക് വരുന്ന ആളുടെ ശരീരത്തിൽ കൂടിയ ജിന്നാരാണെന്നറിയാം, എന്താ കൂടിയിരിക്കുന്നെന്നറിയാം എന്ന് പറയാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചത്? അല്ലേ? അത് നബിക്ക് മാത്രമല്ല, എല്ലാവർക്കും അറിയാൻ കഴിയും. ആ സ്വഹാബി വനിത വന്ന് പറഞ്ഞെന്താ, സാധാരണ നമ്മൾ കാണാത്ത രൂപത്തിൽ ഒരു കോലാഹലം ഉണ്ടാക്കി എന്താ പറയാ? സാധാരണ ആളുകൾ പറയണോ ഓനെന്തോ ചെയ്ത്താൻ വായിച്ചാണെന്ന് പറയും, അല്ലേ? എന്തൊരു ചെയ്ത്താനേത്താടോ എൻ്റെ വർത്താനത്തിന് ചോദിക്കുന്ന ആളുകളില്ലേ? ഓ ചെയ്ത്താനായിട്ടാ? ചെയ്ത്താൻ കൂടിയിട്ടാ? അല്ല, മറിച്ച് അയാളുടെ വായിൽ നിന്ന് വന്ന വർത്തമാനം മലീമസമായതുകൊണ്ട് മലീമസമായതിനെ പൈശാചികത്വത്തിലേക്ക് ചൂണ്ടുക എന്നത് സ്വാഭാവികമാണ്. ഒരാൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടാൽ പൈശാചികമായ കൊലപാതകം എന്ന് പറയും. പിശാച് കൊന്നതൊന്നും ആരും ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും പറയും. എന്തുകൊണ്ടാണ് പറയുക? ആ മലീമസമായ വൃത്തികെട്ട തോന്നിവാസത്തെ, അത്തരം വിഷയങ്ങളെ പിശാചിലേക്ക് ചേർത്ത് പറയുന്നു എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ സ്വഹാബി വനിത വന്നിട്ട് പറഞ്ഞു, നബിയെ എൻ്റെ കുട്ടിക്ക് എന്തോ ബാധയുണ്ട്. സ്വാഭാവികമാണ് പറയാ. ഇതറിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയും, ഇത് നിങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടല്ലേ ഫിറോസിന്റെ വയറ്റിൽ ഗണപതിയാണെന്ന് റാക്കിമാർക്ക് പറയേണ്ടി വന്നത്. എതിർക്കാൻ പറ്റോ? ഓലിങ്ങൾക്കെതിരെ ഹദീസ് ഉദ്ധരിക്കും. ആ ഹദീസ് ഉദ്ധരിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയൂ. അങ്ങനെ ആ മറുപടി കേട്ടിട്ട് വേണം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇന്നലെ പറഞ്ഞത് 100% ശരിയായിരുന്നു എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമാവേണ്ടതുണ്ട്. വെറുതെ ഒരു ഭിന്നിപ്പുണ്ടാക്കി കുറെ ആളുകളെ ഒഴിവാക്കി, വലിയ വലിയ പണ്ഡിതന്മാരെയാണ് ഒഴിവാക്കിയത്. എന്തൊക്കെയായിരുന്നു ഇവിടെ പുകഴ്ന്നു പറഞ്ഞു നടന്നത്? ഇപ്പോഴാ കൃത്യമായി തെളിയുന്നു. അല്ല, ഈ ഭൂതത്തെ തുറന്നു വിട്ടതിനാലാണ് ഈ ഭൂതം മടച്ചു കെട്ടപ്പെടേണ്ടതായിരുന്നു. അതിനെ തുറന്നു വിട്ടത് കൊണ്ടാണ് ഇത്തരം ആളുകൾക്കെതിരെ കേരള മുജാഹിദ് പ്രസ്ഥാനം, കേരളത്തിൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ശക്തമായി ഇടപെട്ടത് എന്ന് ഇപ്പോഴെങ്കിലും ഈ സമുദായത്തിന് ബോധ്യപ്പെടുന്നു എന്നത്. അല്ലാഹുവേ, നിനക്കാണ് സ്തുതികളഖിലവും. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. റബ്ബേ, സത്യം പുറത്തു കൊണ്ടുവരുന്ന നാഥ, നിനക്കാകുന്ന സർവസ്തുതിയും എന്നാണ് നമുക്കിപ്പോൾ പറയാവുന്നത്. ഫിറോസിനെ ചികിത്സിച്ച ആളുകളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയേണ്ടി വന്നതിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത 100 കണക്കിന് തെളിവുകളെ ഒരു ഗോളി തന്റെ കയ്യിൽ ഫുട്ബോൾ എടുത്ത് ഇടങ്കാല് കൊണ്ടടിച്ച് തെറിപ്പിക്കുന്നത് പോലെയാണ് ആ റാക്കിമാരും അവർ പറഞ്ഞതുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അവസാനം എന്നത് നിങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രം ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം സകലമാന മന്ത്രവാദികളെയും ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കണം. ഇതുപോലെയുള്ള ശുദ്ധന്മാരെ ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കണം. അങ്ങനെ ഈ സമുദായ മക്കളെ പറ്റിക്കുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.